വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി നാട് ആവശ്യപ്പെടുമ്പോൾ, അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അമേഠിയുടെ മണ്ണിൽ എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നു വരികയാണ് കെ സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന അജയ്യനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത, ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ. രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ, ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടതു വലത് ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുളഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിനാഥൻ കൂടെ തെളിയും തെളിയും പഴിയും തെളിയും നാളെ നാടിൻ
പതിവിടെ അതിനായൊരുങ്ങുക ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചു പായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചു പായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിൽ ഏറ്റെടുത്തുകൊണ്ട് നാളകളിൽ ഈ നാടിനെ, ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. मोदी के मन की बात जानता है, देश का युवा आज मानता है. ഇനി വരുന്ന പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഇടതനും വലതനും വോട്ടുകൾ മാറി മാറി കുത്തി അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി വഞ്ചിതരാകാതെ വയനാടിന്റെ നെറുകയിൽ ആയിരം വികസനത്തിന്റെ താമരമലരുകൾ വിരിയിക്കുവാൻ, വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത, മായാത്ത, മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്കത്താമരയടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരൻ ശ്രീമാൻ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. നമ്മളെ കാണുവാൻ, നമ്മളെ നേരിൽ കണ്ടോട്ടഭ്യർത്ഥിക്കുവാൻ, നമ്മളോട് അല്പമാത്ര സമയം ചെലവഴിക്കുവാൻ ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. സുരേന്ദ്രനാണ് നമ്മുടെ സാരഥി, തങ്കത്താമരയാണ് നമ്മുടെ ചിഹ്നം, വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ, കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ. വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നുവരുന്നു കെ സുരേന്ദ്രൻ. छोटे नहीं रहे सपने हैं अब बड़े. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പ്രകൃതി തെറിഞ്ഞത് അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നുവരികയാണ് കെ സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ.
രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണസ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. विश्व के पटल पर अब अपना सम्मान है, आसमां से ऊंची अब अपनी उड़ान है। देख रही है आज दुनिया ये सारी, आज चंद्रमा पे हमारा चंद्रयान है। സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടതു വലതു ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുണഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിൻ നാഥൻ കൂടെ, തെളിയും ചളിയും പഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ. ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പോയി പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുങ്ങുകനാ. ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചുപായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചുപായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിൽ ഏറ്റെടുത്തുകൊണ്ട് നാളകളിൽ ഈ നാടിനെ, ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. मन की बात जानता है, देश का युवा आज मानता है। मोदी के मन की बात जानता है, देश का युवा आज मानता है। ഇനി വരുന്ന പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഇടതനും വലതനും വോട്ടുകൾ മാറി മാറി കുത്തി അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി വഞ്ചിതരാകാതെ വയനാടിന്റെ നെറുകയിൽ ആയിരം വികസനത്തിന്റെ താമരമലരുകൾ വിരിയിക്കുവാൻ, വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത, മായാത്ത, മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്കത്താമരയുടെ ആളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരൻ ശ്രീമാൻ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. നമ്മളെ കാണുവാൻ, നമ്മളെ നേരിൽ കണ്ടോട്ടഭ്യർത്ഥിക്കുവാൻ, നമ്മളോട് അല്പമാത്ര സമയം ചെലവഴിക്കുവാൻ ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. സുരേന്ദ്രനാണ് നമ്മുടെ സാരഥി, തങ്കത്താമരയാണ് നമ്മുടെ ചിഹ്നം, വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ. കാത്തിരുന്നൊരു ജനത
വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി നാട് ആവശ്യപ്പെടുമ്പോൾ, അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അമേഠിയുടെ മണ്ണിൽ എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നുവരികയാണ് കെ സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന അജയ്യനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത, ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പദമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ. രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ, ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇടതു വലതു ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുളഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിൻ നാഥൻ കൂടെ, തെളിയും ചളിയും വഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ. ഒരു പുതുയുഗമിതിനെ ഇരുളുകളകലേ പോയി പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുങ്ങുക.
ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചുപായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചുപായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിൽ ഏറ്റെടുത്തുകൊണ്ട് നാളകളിൽ ഈ നാടിനെ, ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. मन की बात जानता है, देश का युवा आज मानता है. मोदी के मन की बात जानता है, देश का युवा आज मानता है. ഇനി വരുന്ന പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഇടതനും വലതനും വോട്ടുകൾ മാറി മാറി കുത്തി അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി വഞ്ചിതരാകാതെ വയനാടിന്റെ നെറുകയിൽ ആയിരം വികസനത്തിന്റെ താമരമലരുകൾ വിരിയിക്കുവാൻ, വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത, മായാത്ത, മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്കത്താമരയടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാരൻ, നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരൻ ശ്രീമാൻ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. നമ്മളെ കാണുവാൻ, നമ്മളെ നേരിൽ കണ്ടോട്ടഭ്യർത്ഥിക്കുവാൻ, നമ്മളോട് അല്പമാത്ര സമയം ചെലവഴിക്കുവാൻ ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. സുരേന്ദ്രനാണ് നമ്മുടെ സാരഥി, തങ്കത്താമരയാണ് നമ്മുടെ ചിഹ്നം, വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ. കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ. വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നുവരുന്നു കെ സുരേന്ദ്രൻ. छोटे नहीं रहे सपने हैं अब बड़े. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി നാട് ആവശ്യപ്പെടുമ്പോൾ, അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അമേഠിയുടെ മണ്ണിൽ എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നുവരികയാണ് കെ സുരേന്ദ്രൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നുവന്ന അജയ്യനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത, ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ
കടന്നുവരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ. രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. विश्व के पटल पर अब अपना सम्मान है, आसमां से ऊंची अब अपनी उड़ान है. देख रही है आज दुनिया ये सारी, आज चंद्रमा पे हमारा चंद्रयान है. സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടതു വലതു ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുണഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിൻ നാഥൻ കൂടെ, തെളിയും ചളിയും പഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ. ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പോയി പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുങ്ങുകനാ. ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചുപായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചുപായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിൽ ഏറ്റെടുത്തുകൊണ്ട് നാളകളിൽ ഈ നാടിനെ, ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. मन की बात जानता है, देश का युवा आज मानता है. मोदी के मन की बात जानता है, देश का युवा आज मानता है. ഇനി വരുന്ന പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഇടതനും വലതനും വോട്ടുകൾ മാറി മാറി കുത്തി അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി വഞ്ചിതരാകാതെ വയനാടിന്റെ നെറുകയിൽ ആയിരം വികസനത്തിന്റെ താമരമലരുകൾ വിരിയിക്കുവാൻ, വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ
ജനതയുടെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത മായാത്ത മറക്കാനാകാത്ത അംഗീകാരം. അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്കത്താമരയുടെ ആളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരൻ ശ്രീമാൻ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. നമ്മളെ കാണുവാൻ, നമ്മളെ നേരിൽ കണ്ടോട്ടഭ്യർത്ഥിക്കുവാൻ, നമ്മളോട് അല്പമാത്ര സമയം ചെലവഴിക്കുവാൻ ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. സുരേന്ദ്രനാണ് നമ്മുടെ സാരഥി, തങ്കത്താമരയാണ് നമ്മുടെ ചിഹ്നം, വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ. കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ. വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി നാട് ആവശ്യപ്പെടുമ്പോൾ, അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അമേഠിയുടെ മണ്ണിൽ എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നുവരികയാണ് കെ സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന അജയ്യനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത, ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ. രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ, ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ട് ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്.
സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടത് വലത് ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുളഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിൻ നാഥൻ കൂടെ തെളിയും ചളിയും പഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുങ്ങുകനാ. ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചു പായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചു പായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ പോലെ പറന്നുയർന്ന പോരാളി, BJPയുടെ തേരാളി ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി പ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നു വരികയാണ് കെ സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന അജയ്യനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത, ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ. രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ, ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണസ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. विश्व के पटल पर अब अपना सम्मान है, आसमां से ऊंची अब अपनी उड़ान है, देख रही है आज दुनिया ये
സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടതു വലത് ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുണഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിനാഥൻ കൂടെ തെളിയും ചളിയും പഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുന്നുക ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചുപായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചുപായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിൽ ഏറ്റെടുത്തുകൊണ്ട് നാളകളിൽ ഈ നാടിനെ, ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. मोदी के मन की बात जानता है, देश का युवा आज मानता है. ഇനി വരുന്ന പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഇടതനും വലതനും വോട്ടുകൾ മാറി മാറി കുത്തി അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി വഞ്ചിതരാകാതെ വയനാടിന്റെ നെറുകയിൽ ആയിരം വികസനത്തിന്റെ താമരമലരുകൾ വിരിയിക്കുവാൻ, വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത, മായാത്ത, മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്കത്താമരയുടെ ആളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരൻ ശ്രീമാൻ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. നമ്മളെ കാണുവാൻ, നമ്മളെ നേരിൽ കണ്ടോട്ടഭ്യർത്ഥിക്കുവാൻ, നമ്മളോട് അല്പമാത്ര സമയം ചെലവഴിക്കുവാൻ ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. സുരേന്ദ്രനാണ് നമ്മുടെ സാരഥി. തങ്കത്താമരയാണ് നമ്മുടെ ചിഹ്നം. വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ, കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ. വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ കടന്നു വരുന്നു കെ സുരേന്ദ്രൻ. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ
പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി നാട് ആവശ്യപ്പെടുമ്പോൾ, അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അമേഠിയുടെ മണ്ണിൽ എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നുവരികയാണ് കെ സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നുവന്ന കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ. രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ, ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. विश्व के पटल पर अब अपना सम्मान है, आसमां से ऊंची अब अपनी उड़ान है। देख रही है आज दुनिया ये सारी, आज चंद्रमा पे हमारा चंद्रयान है। സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടതു വലത് ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുളഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിനാഥൻ കൂടെ, തെളിയും ചളിയും പഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ. ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പോയി, പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുന്നുകനാ. ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചുപായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചുപായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിൽ ഏറ്റെടുത്തുകൊണ്ട് നാളകളിൽ ഈ നാടിനെ, ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. मन की बात जानता है, देश का युवा आज मानता है, मोदी के मन की बात
है देश का युवा आज मानता है ഇനി വരുന്ന പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഇടതനും വലതനും വോട്ടുകൾ മാറി മാറി കുത്തി അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി വഞ്ചിതരാകാതെ വയനാടിന്റെ നെറുകയിൽ ആയിരം വികസനത്തിന്റെ താമരമലരുകൾ വിരിയിക്കുവാൻ, വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത മായാത്ത മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്കത്താമരയടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരൻ ശ്രീമാൻ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. നമ്മളെ കാണുവാൻ, നമ്മളെ നേരിൽ കണ്ടോട്ടഭ്യർത്ഥിക്കുവാൻ, നമ്മളോട് അല്പമാത്ര സമയം ചെലവഴിക്കുവാൻ ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. സുരേന്ദ്രനാണ് നമ്മുടെ സാരഥി, തങ്കത്താമരയാണ് നമ്മുടെ ചിഹ്നം, വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ. കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ. വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ. छोटे नहीं रहे सपने हैं अब बड़े. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി നാട് ആവശ്യപ്പെടുമ്പോൾ, അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അമേഠിയുടെ മണ്ണിൽ എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നു വരികയാണ് കെ സുരേന്ദ്രൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി. കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന അജയ്യനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത, ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ.
രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ട് ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. विश्व के पटल पर अब अपना सम्मान है, आसमां से ऊंची अब अपनी उड़ान है. देख रही है आज दुनिया ये सारी, आज चंद्रमा पे हमारा चंद्रयान है. സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടതു വലതു ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുളഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിൻ നാഥൻ കൂടെ തെളിയും ചളിയും പഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുങ്ങുകനാ. ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചു പായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചു പായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിൽ ഏറ്റെടുത്തുകൊണ്ട് നാളകളിൽ ഈ നാടിനെ, ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. मन की बात जानता है, देश का युवा आज मानता है. मोदी के मन की बात जानता है, देश का युवा आज मानता है. ഇനി വരുന്ന പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഇടതനും വലതനും വോട്ടുകൾ മാറി മാറി കുത്തി അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി വഞ്ചിതരാകാതെ വയനാടിന്റെ നെറുകയിൽ ആയിരം വികസനത്തിന്റെ താമരമലരുകൾ വിരിയിക്കുവാൻ, വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ മങ്ങാത്ത, മായാത്ത, മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്കത്താമരയടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാരൻ, നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരൻ ശ്രീമാൻ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. നമ്മളെ കാണുവാൻ, നമ്മളെ നേരിൽ കണ്ടോട്ടഭ്യർത്ഥിക്കുവാൻ, നമ്മളോട് അല്പമാത്ര സമയം ചെലവഴിക്കുവാൻ ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. സുരേന്ദ്രനാണ് നമ്മുടെ സാരഥി. തങ്കത്താമരയാണ് നമ്മുടെ ചിഹ്നം. വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ. കാത്തിരുന്നൊരു ജനത
വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ. छोटे नहीं रहे सपने हैं अब बड़े. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നുവരികയാണ് കെ സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന അജയ്യനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത, ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പദമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ. രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. विश्व के पटल पर अब अपना सम्मान है, आसमां से ऊंची अब अपनी उड़ान है. देख रही है आज दुनिया ये सारी, आज चंद्रमा पे हमारा चंद्रयान है. സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടതു വലതു ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുണഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിൻ നാഥൻ കൂടെ, തെളിയും ചളിയും പഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ. ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പോയി പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുങ്ങുക.
ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചുപായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചുപായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ, പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഒക്കെയും സ്വന്തം നെഞ്ചിന്റെ നെരിപ്പോടിൽ ഏറ്റെടുത്തുകൊണ്ട് നാളകളിൽ ഈ നാടിനെ, ഈ വയനാടിന്റെ മണ്ണിനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കുവാനുള്ള ശേഷിയും കരുത്തും കർമ്മകുശലതയും കൈമുതലായുള്ള നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. मन की बात जानता है, देश का युवा आज मानता है. मोदी के मन की बात जानता है, देश का युवा आज मानता है. ഇനി വരുന്ന പുത്തൻ സൂര്യോദയങ്ങൾ പൊട്ടിവിടരുന്നത് ഇതുവരെ കണ്ട ഇരുളടഞ്ഞ കാലഘട്ടങ്ങൾക്ക് അറുതി നൽകിക്കൊണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ ഇടതനും വലതനും വോട്ടുകൾ മാറി മാറി കുത്തി അവരുടെ കയ്യിലെ കളിപ്പാവകളായി മാറി വഞ്ചിതരാകാതെ വയനാടിന്റെ നെറുകയിൽ ആയിരം വികസനത്തിന്റെ താമരമലരുകൾ വിരിയിക്കുവാൻ, വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്ത, മായാത്ത, മറക്കാനാകാത്ത അംഗീകാരം അഷ്ടദളങ്ങൾ വിടർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്കത്താമരയടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി ഈ നാടറിയുന്ന നാട്ടുകാരൻ, നാട്ടുകാരുടെ പ്രിയ കൂട്ടുകാരൻ ശ്രീമാൻ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. നമ്മളെ കാണുവാൻ, നമ്മളെ നേരിൽ കണ്ടോട്ടഭ്യർത്ഥിക്കുവാൻ, നമ്മളോട് അല്പമാത്ര സമയം ചെലവഴിക്കുവാൻ ഇതാ വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീമാൻ കെ സുരേന്ദ്രൻ. സുരേന്ദ്രനാണ് നമ്മുടെ സാരഥി, തങ്കത്താമരയാണ് നമ്മുടെ ചിഹ്നം, വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ, കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ. വയനാടിന്റെ പ്രിയപുത്രൻ, കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ, ശബരിമല സമരനായകൻ, എണ്ണിയാലൊടുങ്ങാത്ത കള്ളക്കേസുകൾ ചാർത്തി പിണറായി ഭരണകൂടം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന പോരാളി, ബിജെപിയുടെ തേരാളി, ഇനി വയനാടൻ ജനതയ്ക്ക് സ്വന്തം. ഇതാ 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 കടന്നു വരുന്നു കെ സുരേന്ദ്രൻ. छोटे नहीं रहे सपने हैं अब बड़े. വന്യമൃഗ ആക്രമണങ്ങളിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളാൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടപ്പോൾ, ചികിത്സാ സൗകര്യങ്ങളില്ലാതെ നരകയാതന അനുഭവിക്കുമ്പോൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്കായി നാട് ആവശ്യപ്പെടുമ്പോൾ, അവിടെയൊന്നും ആ വഴിക്കൊന്നും കാണാത്ത വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരനായ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ അമേഠിയുടെ മണ്ണിൽ എപ്രകാരമാണോ സ്മൃതി ഇറാനി തകർത്തെറിഞ്ഞത്, അതുപോലെ വയനാടിന്റെ മണ്ണിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കാൻ ഇതാ കടന്നു വരികയാണ് കെ സുരേന്ദ്രൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം സാരഥി കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. വയനാടിന്റെ മണ്ണിൽ നിന്നും യുവജന സമരനായകനായി കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന അജയ്യനായ സമരനായകൻ കെ സുരേന്ദ്രൻ ഇതാ കടന്നു വരികയാണ്. സമരവീര്യങ്ങളുടെ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത, ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ പോരാടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ തേരാളി ശ്രീമാൻ കെ സുരേന്ദ്രൻ ഇതാ
കടന്നുവരികയാണ്. യുവതലമുറയുടെ സമരമുഖത്ത് പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് സഞ്ചരിച്ച കെ സുരേന്ദ്രൻ നവീന ശിലായുഗ സംസ്കാരത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന വയനാടൻ മേഖലയിലേക്ക് വരികയാണ് വികസനത്തിന്റെ നറുതിരിനാളം തെളിക്കുവാൻ. രണ്ടു മലകൾക്കിടയിലേക്ക് വന്ന് വീണ കല്ലിന് മലനാടിന്റെ പേര് ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തി എടക്കൽ എന്ന് രേഖപ്പെടുത്താമെങ്കിൽ ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി നടന്നു കയറാൻ സമരനായകൻ വരികയായി. അടിസ്ഥാന ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇടതു വലതു മുന്നണികൾ കണ്ണടച്ച് 5 വർഷം കൂടുമ്പോൾ അവരെ വോട്ടു ചെയ്യാനുള്ള വെറും യന്ത്രങ്ങളായി മാത്രം മാറ്റിയ ഇടതനെയും വലതിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ, വയനാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അഭിനവ രാഷ്ട്രീയ രാജകുമാരൻ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. विश्व के पटल पर अब अपना सम्मान है, आसमां से ऊंची अब अपनी उड़ान है। देख रही है आज दुनिया ये सारी, आज चंद्रमा पे हमारा चंद्रयान है। സോളാറും സരിതയും 2G സ്പെക്ട്രവും കുടുംബവാഴ്ചയും ഗ്രൂപ്പിസവും തമ്മിലടിയും തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാൽ മലീമസമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഭാരതത്തിന്റെ ജനത തുടച്ചു നീക്കിയിട്ട് അനേകം വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും അത്തരത്തിലുള്ള അഴിമതിക്കാരെയും കള്ളനാണയങ്ങളെയും തെരഞ്ഞെടുക്കണമോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. വികസനത്തിനായൊരോട്ട്, തങ്കത്താമരയിലൊരോട്ട്, കെ സുരേന്ദ്രനായൊരോട്ട്. നമ്മുടെ സാരഥി കെ സുരേന്ദ്രൻ, നമ്മുടെ ചിഹ്നം തങ്കത്താമര. ഇരുളടഞ്ഞ നഗരസാകേതങ്ങളായ ഇടത് വലത് ഗുഹാന്തരങ്ങളിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രതയുടെ നവമധുരം നുളഞ്ഞുകൊണ്ട് നമുക്കിത്തവണ ഈ നാടിന്റെ വികസനത്തിനായി ഒരു വോട്ട് നൽകാം. തങ്കത്താമരയിൽ ഒരു വോട്ട് നൽകാം. കെ സുരേന്ദ്രനായ ഒരു വോട്ട് നൽകാം. പതിരും മലരും കതിരും തിരിയും നാളെ നാടിൻ നാഥൻ കൂടെ തെളിയും ചളിയും പഴിയും തെളിയും നാളെ നാടിൻ തോഴൻ കൂടെ ഒരു പുതുയുഗമിതിലേ ഇരുളുകളകലേ പോയി പൊരുളുകൾ നിറയെ വിരിയുവതിവിടെ അതിനായൊരുങ്ങുകനാ. ആർത്തിരമ്പുന്ന അലമാലകളെ വകഞ്ഞുമാറ്റി കുതിച്ചുപായുന്ന കപ്പിത്താന്റെ ആർജവത്തോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് കുതിച്ചുപായുവാനുള്ള കരുത്തുറ്റ കർമ്മശേഷിയുള്ള കർമ്മോജ്വലനായ കർമ്മനിരതനായ കർമ്മശ്രേഷ്ഠനായ കർമ്മധീരനായ പോരാളി കെ സുരേന്ദ്രൻ ഇതാ കടന്നുവരികയാണ്. ആർത്തന്റെയും അവശന്റെയും ആലംബഹീനരുടെയും ആരോരുമില്ലാത്തവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും പരിഗണിക്കപ്പെടാത്തവരുടെയും യാതനകൾ, വേദനകൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, സന്താപങ്ങൾ,